അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിൽ നമ്മളൊക്കെയും ഒരുപാട് നന്മകൾ ജീവിതത്തിൽ നിരന്തരം ശീലിക്കുകയും അരുതായ്മകളിൽ നിന്നും തിന്മകളിൽ നിന്നുമെല്ലാം മനസ്സിനെയും ശരീരത്തെയും അകറ്റി നിർത്തി ജാഗ്രതയോടെ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവരാണ്. ഇതുപോലെ ജീവിതത്തിൽ ഉടനീളം വിശ്വാസികൾ എന്ന നിലയിൽ നാം സൂക്ഷിക്കുകയും ശീലിക്കുകയും ചെയ്യേണ്ടുന്ന നന്മകൾ നിരവധിയാണ്. അതിൽ സുപ്രധാനമായ ഒന്നാണ് ടു ലീവ് എനിമിറ്റി, ശത്രുത ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. അന്യോന്യം വിശ്വാസികൾക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ, പ്രിയപ്പെട്ടവർക്കിടയിൽ, നമുക്ക് അടുത്തിടപഴകുന്ന മനുഷ്യർക്കിടയിലെല്ലാം ശത്രുതയും പകയും വിദ്വേഷവും വളർത്തുന്ന രീതിയിലുള്ള വാക്കോ പ്രവൃത്തിയോ നമ്മളിൽ നിന്നുണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുക. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫജ്തനിബു കസീറം മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ. നിങ്ങൾ ആളുകളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. പലപ്പോഴും നമ്മൾ നമ്മൾ പ്രചരിപ്പിക്കുന്ന ഊഹാപോഹങ്ങൾ അതൊരു വലിയ തെറ്റായി മാറാൻ സാധ്യതയുണ്ട്. അന്യോന്യം മനുഷ്യർക്കിടയിൽ തെറ്റിദ്ധാരണകളും സംശയങ്ങളും വെച്ചുകൊണ്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെ സംസാരിച്ച് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയും ആ മനുഷ്യനോട് വിരോധവും വെറുപ്പും ഉണ്ടാക്കിയാൽ അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വലിയ ശിക്ഷയും അവന് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാതിരിക്കാൻ അത് കാരണമാവുകയും ചെയ്യും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും താൻ ചെയ്യുന്നതോ സംസാരിക്കുന്നതോ അവൻ്റെ അസാന്നിധ്യത്തിൽ തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ദീൻ ഒരു തെളിവും ഉറപ്പുമില്ലാതെ ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നാൽ, അവർക്ക് മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ സമ്മാനിച്ചാൽ അതെത്ര വലിയ തെറ്റായി തീരും എന്നാലോചിച്ചു നോക്കൂ. പ്രവാചകർ തങ്ങൾ പറയുന്നു, തെറ്റിദ്ധാരണകൾ പറയുകയും അത് പങ്കുവെക്കുകയും ചെയ്യുന്നത് അവർക്കിടയിൽ ആ മനുഷ്യനോട് മോശമായി പെരുമാറുന്നൊരു സാഹചര്യം ഉണ്ടാക്കാനും ആ മനുഷ്യനെ ആളുകൾക്കിടയിൽ നിന്ന് അവരുടെ അസാന്നിധ്യത്തിൽ മോശമാക്കി പറയാനും ആ മനുഷ്യൻ്റെ ഇസ്സത്തിനെ ചോദ്യം ചെയ്യാനുമൊക്കെ കാരണമായേക്കാം. അങ്ങനെ ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരർത്ഥത്തിലും സ്വീകാര്യതയുണ്ടാവില്ല. നിങ്ങൾ ഒരു മനുഷ്യനോട് മാന്യമായി വർത്തിക്കുക എന്നതാണ് ഇസ്ലാം. മൻസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരാണ് മുസ്ലിം എന്ന ചോദ്യത്തിന് പ്രവാചകർ പറയുന്നത്, അവൻ്റെ നാവിൽ നിന്നും കൈകളിൽ നിന്നും ഏതൊരു മുസ്ലിം രക്ഷപ്പെട്ടുവോ അവൻ തന്നെയാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ്. അഥവാ എൻ്റെ നാവും എൻ്റെ കൈകളും കൊണ്ട് കൂടെയുള്ളൊരു മുസ്ലിമിന് നഷ്ടമോ ദോഷമോ ഉണ്ടാകരുത് എന്ന് ചുരുക്കം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.